അവിടെ നിന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ എഴുന്നേറ്റ് പോയതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ അവിടെ ഇരിക്കുക. എന്തേ നിങ്ങളോട് നിക്കാഹിന്റെ കാര്യം ഞാൻ പറഞ്ഞു പോയത്? എന്തേ വിവാഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു പോയത്? സ്വഹാബത്തെ, നിങ്ങളുടെ ബാപ്പമാരിന്നലെ നിസ്കരിച്ചിരുന്നല്ലോ, നിങ്ങളുടെ വല്യപ്പമാരിന്നലെ നിസ്കരിച്ചിരുന്നല്ലോ. എത്ര ളുഹറാ നിസ്കരിച്ചു പോയത്, എത്ര ഇശാ നിസ്കരിച്ചു പോയത്, എത്ര മഗ്രിബാ നിസ്കരിച്ചു പോയത്. ഓ പ്രിയപ്പെട്ട സ്വഹാബ, അവരുടെയൊക്കെ ഇബാദത്തുകളെ പടച്ചവൻ രേഖപ്പെടുത്തിയത് എവിടെയെന്നറിയോ? അവരിൽപ്പെട്ട ചില ആളുകളുടെ ഇബാദത്തിനെ പടച്ചവൻ രേഖപ്പെടുത്തിയത് അത് യോദ്ധാക്കളുടെ കൂട്ടത്തിലാണ്. ഖൈബറിന്റെ ഹുനൈനിന്റെ രണാങ്കണത്തിൽ പോയി കൈകാലുകൾ കൊടുത്തുപോയ സ്വഭാവത്തുണ്ടല്ലോ. അങ്ങനെയുള്ള യോദ്ധാക്കളുടെ കൂട്ടത്തില് നിങ്ങൾ ചില വല്ലിപ്പമാരുടെ, നിങ്ങളിൽപ്പെട്ട ചില ബാപ്പമാരുടെ നിസ്കാരങ്ങള് അല്ലാഹു രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോ സ്വഹാബത്തിന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ്, മുത്തു നബിയേ, അതാരാണ് നബിയേ, ആരാണ് നബിയേ? നമ്മുടെ വല്ലിപ്പമാരിൽപ്പെട്ടവരാരാ? നമ്മുടെ ബാപ്പമാരിൽപ്പെട്ടവരാരാണ്? അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിക്കാഹ് അങ്ങോട്ട് കഴിയുകയാ, വിവാഹം കഴിഞ്ഞു പോവുകയാണ്, ഭാര്യയും ഭർത്താവും ഒത്തുകൊണ്ട് ജീവിക്കുകയാണ്. ആ ഒരു ജീവിതത്തിൽ ഭാര്യയുടെ ഭാഗത്തും ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരുന്ന എത്രയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ. ഭാര്യന്റെ ഭാഗത്തുനിന്ന് കുറ്റങ്ങൾ കടന്നു വരുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ടല്ലോ. വീട്ടിൽ പോയാൽ എന്നും വിഷമമാണല്ലോ, വീട്ടിൽ പോയാൽ എന്നും നൊമ്പരമാണല്ലോ. വീടിന്റെ ഉള്ളിലേക്ക് പോലും പോകാൻ കഴിയാതെ, ഭാര്യന്റെ കുത്തുവർത്തമാനങ്ങളെ കേൾക്കാൻ കഴിയാതെ വിഷമത്തോടെ റോഡുകളിൽ കറങ്ങി നിൽക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ബാപ്പ, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പോലെ ഉറക്കച്ചൊല്ലി നല്ല വിഷയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നമ്മൾ ചില ഭാര്യമാരുടെ പക്കത്തിൽ ചില വഴക്കുകൾ കേൾക്കുമ്പോൾ, ചില വിദ്വേഷങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പറയുന്നത് ഉമ്മമാര് പേടിക്കേണ്ട, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും വേണ്ടിയുള്ള അമൂല്യം ഒത്തുകൂടെ തന്നിട്ടേ പോകുള്ളൂ. ചില വീടുകളുടെ ഉള്ളിൽ അങ്ങനെയാണ്. ചില വഴക്കുകൾ, ചില വിഷമങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില നൊമ്പരങ്ങൾ, കഷ്ടപ്പാടുകൾ, പിന്നെ എത്രയൊക്കെ നന്മകൾ ചെയ്താലും ചില ഭാര്യമാർ എല്ലാ സമയത്തും കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്, കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അപ്പോ അങ്ങനെ കുത്തി നോവിക്കുകയും ആ ഭാര്യ പറയുന്ന എല്ലാ വർത്തമാനങ്ങളും കേൾക്കുകയും അതിനോടൊപ്പം അവൻ ഇബാദത്തെടുക്കുകയും ചെയ്താൽ അവന്റെ ഇബാദത്തുകളുടെ യോദ്ധാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല എണ്ണമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറയും മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളറിയാം എത്രയോ വീടുകളിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ ആക്ഷേപിച്ച് നിങ്ങൾ എടുക്കാൻ പോകണ്ട, നിങ്ങൾ അവരെ കുറ്റം പറയാൻ പോകണ്ട. അള്ളാന്റെ ഹബീബിന്റെ വാക്ക് എങ്ങനെയാണല്ലോ, ആശിറൂഹുന്ന ബിൽ മഅറൂഫ് വഇൻ കരിഹ്തുമൂഹുൻ. അവർ നിങ്ങളെ വെറുപ്പിക്കുന്ന വാക്ക് പറഞ്ഞാലും, ഇത് ഞാൻ ഈ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര് കേട്ടാൽ നിങ്ങൾക്ക് വലിയ കൂലിയാണ്. അവരിന് നമ്മളെ എത്ര കുറ്റം പറയുന്നുണ്ടെങ്കിലും അവർ നമ്മളെ പറയുന്ന വേടുകൾ, വാക്കുകൾ നമ്മളെ വെറുപ്പിക്കുന്നതാണെങ്കിലും അത് ക്ഷമിച്ചു പോയാൽ അള്ളാഹു നമ്മുടെ ഇബാദത്തിന് നൽകുന്ന കൂലി യോദ്ധാക്കളുടെ കൂലിയാണെന്ന് പുണ്യ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര ഭാഗ്യവാന്മാരാ. അപ്പൊ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, പടച്ചോനെ ഇന്നലെയൊക്കെ അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു.